നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലോകരാജ്യങ്ങളോട് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തി വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യാപാര യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. ട്രംപിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങൾക്ക് മേൽ വമ്പൻ പണിയാണ് ട്രംപ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നാളായിട്ട് വമ്പൻ തീരുവ ചുമത്തുന്നതിലൂടെയാണ് ട്രംപ് തനിക്ക് വഴങ്ങാത്ത രാജ്യങ്ങളോട് മൂർച്ചയേറിയ തരത്തിൽ പ്രതികരിക്കുന്നത്. എന്നാൽ യുഎസിലെ സുപ്രീം കോടതി ട്രംപിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ്. ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ യുഎസ് സുപ്രീം കോടതി. വാർത്ത ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ത്യ അടക്കം ഒട്ടനവധി രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പിടിവാശിയോട് കൂടിയുള്ള ഒരു നയമായിരുന്നു ട്രംപ് സ്വീകരിച്ചത്. അതെ, തീരുവ നയത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയുമായി ഈ ഒരു വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കാൻ പ്രധാനമായും ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന കാരണം എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു. ഇന്ത്യ അടക്കം 60ഓളം രാജ്യങ്ങൾക്ക് പകരച്ചുങ്കം ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. 25% ഇന്ത്യക്ക് പകരച്ചുങ്കമായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ മറ്റൊരു 25%. എന്നാൽ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങൽ നിർത്തിയതുമില്ല. ഈ അടുത്ത സമയത്ത് 18% തീരുവ കുറച്ചു, ഒരു കരാറിന്റെ ഭാഗമായിട്ട്. ഇന്ത്യയും യുഎസും തമ്മിലുള്ള ആ ഒരു കരാർ ശരിക്കും വാർത്താ ശ്രദ്ധ നേടുകയുണ്ടായി. ട്രംപിന് തോന്നിയതുപോലെയുള്ള ഈ ഒരു തീരുമാനത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ നിന്നും വലിയ എതിർപ്പ് തന്നെയാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു വിധി പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ട്രംപിനെതിരായി യുഎസ് സുപ്രീം കോടതി ഉയർത്തിയിരുന്നു. ട്രംപിന്റെ ഈ ഒരു നയം പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്നതാണ് കോടതിയുടെ നിരീക്ഷണം. ട്രംപിന് ഇതുപോലെ തോന്നുന്നത് പോലെ തീരുവ പ്രഖ്യാപിക്കാനും അതിലൊക്കെ മാറ്റങ്ങൾ വരുത്താനും അധികാരമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഈ ഒരു സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ താൽക്കാലിക തീരുവ 15% ഉയർത്തിയിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ. ഇതിൽ നിന്നും ശരിക്കും മനസ്സിലാക്കേണ്ടത് കോടതി വിധിക്ക് മുകളിലാണ് ഇപ്പോൾ ട്രംപ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. 1974 വ്യാപാര നിയമത്തിൽ 122 വകുപ്പുണ്ട്. ആ ഒരു വകുപ്പ് ഉപയോഗിച്ചാണ് 150 ദിവസം വരെ താൽക്കാലിക തീരുവ ചുമത്താനായി ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. തന്റെ തീരുവ നയത്തെ അട്ടിമറിക്കുന്നതിനുള്ള അസാധാരണമായ നീക്കവും അതുപോലെ തന്നെ അമേരിക്ക വിരുദ്ധമായ സുപ്രീം കോടതി വിധിയും വിശകലനം ചെയ്തു. അതുപോലെ തന്നെ ആഗോള തീരുവ 15% ഉയർത്തുന്നു എന്നുമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന കോടതി വിധിക്ക് പിന്നാലെ 150 ദിവസത്തേക്ക് 10% താൽക്കാലിക തീരുവ ചുമത്തിയാണ് ട്രംപ് ആദ്യം പ്രതികരിച്ചതെങ്കിൽ ശനിയാഴ്ച ആയപ്പോൾ അത് 5% കൂടി ഉയർത്തി കോടതിയെയും ജഡ്ജിമാരെയും രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്തത്. ശരിക്കും എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്? സുപ്രീം കോടതിക്ക് പോലും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത തരത്തിലാണ് ട്രംപിന്റെ ഓരോ നീക്കവും ഇപ്പോൾ കാണാനാവുന്നത്. ശരിക്കും ഇതൊക്കെ എവിടെ പോയി നിൽക്കും എന്നതാണ് മനസ്സിലാകാത്തതും. വരും ദിവസങ്ങളിൽ ട്രംപിന്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി നമുക്ക് വീക്ഷിക്കാം. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടുമില്ല.